മാർച്ച് ആദ്യവാരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചൈന സന്ദർശനം നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം എന്ന നിലയിൽ രണ്ട് രാജ്യങ്ങളും അതിനു വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. ചൈനയിൽ എത്തുന്നതിന് മുമ്പ് ട്രംപ് ഒരു പുതിയ ആശയം ആലോചിച്ചുണ്ടാക്കി. അതായത് ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക. ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ ചൈനയുടെ മുമ്പിൽ താൻ കരുത്തനാവും എന്നാണ് ട്രംപ് കരുതിയത്. തീർച്ചയായും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ തകർത്ത് തരിപ്പണമാക്കപ്പെടുകയും അതിൻ്റെ നിയന്ത്രണം ട്രംപ് പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചൈനക്കാർ വിഷമത്തിലാവും. ഇറാൻ്റെ കയറ്റുമതിയുടെ 80% യഥാർത്ഥത്തിൽ ചൈനയിലേക്കാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ചൈന വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ ചൈനയുടെ കരങ്ങൾ വിഷമത്തിലാവും, ചൈന പ്രതിസന്ധിയിലാവും. അങ്ങനെ ചൈനയിൽ താൻ ചെല്ലുന്ന സമയത്ത് ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി എന്ന നിലയിൽ ഷീ ജിൻപിങ്ങിന് മുമ്പിൽ നിൽക്കാം എന്നാണ് ട്രംപ് കണക്ക് കൂട്ടിയത്. അങ്ങനെയാണ് ഫെബ്രുവരി 28 അദ്ദേഹം യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ കണക്കുകൂട്ടുകൾ തെറ്റി. ഇറാൻ അതിശക്തമായ പ്രതിരോധം സംഘടിപ്പിച്ചു. 2 മാസക്കാലം യുദ്ധം നടത്തിയിട്ടും എവിടെയും എത്തിയില്ലെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ എണ്ണ വിപണി ആകെ കുത്തഴിഞ്ഞ നിലയിലായി. അമേരിക്കയിൽ തന്നെ എണ്ണയുടെ വില കുതിച്ചു കയറി. ആളുകൾക്ക് പെട്രോളും ഡീസലും മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനങ്ങളും കിട്ടാതെ പ്രതിസന്ധിയിലായി. അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിലാണ് വീണ്ടും മെയ് മാസത്തിലേക്ക് ആ സന്ദർശനം മാറ്റിയത്. യഥാർത്ഥത്തിൽ വലിയ വിജിഗീഷുവായ ഒരു 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 ഭരണാധികാരി എന്ന മട്ടിൽ ചൈനയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ട്രംപ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട് ചെന്നുപെട്ടത് കരുത്തനായ ഷീ ജിൻപിങ്ങിൻ്റെ മുമ്പിലാണ്. ഇത് ചരിത്രത്തിലെ ഒരു വലിയ നിയോഗം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു തിരിച്ചടി എന്ന് പറയാം. വലിയ ആഗ്രഹങ്ങൾ, വലിയ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കാനിറങ്ങിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പഴത്തൊലിയിൽ ചവിട്ടി വീഴും എന്ന മട്ടിലുള്ള ഒരു വസ്തുതയുണ്ട്. ഇറാൻ എന്ന പഴത്തൊലിയിൽ ചവിട്ടി വീണ് അലമ്പായ ട്രംപാണ് അവസാനം ചൈനയിൽ ചെന്നുപെട്ടത്. പക്ഷെ ചൈനക്കാരതൊന്നും കാണിച്ചിട്ടില്ല. ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് അതിഗംഭീരമായ സ്വീകരണമാണ് ചൈനയിൽ അവർ നൽകിയത്. അദ്ദേഹത്തിൻ്റെ അവിടെ പ്രധാനപ്പെട്ട സ്ഥല സന്ദർശനത്തിനൊക്കെ ഷീ ജിൻപിങ് നേരിട്ട് പോയി, അദ്ദേഹവും ഭാര്യയും നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി വമ്പിച്ച സൈനിക പ്രകടനം നടത്തി, കുട്ടികളുടെ ഡാൻസ് നടത്തി. അങ്ങനെ ട്രംപിന് അതിഗംഭീര 10 കോഴ്സ് വിഭവങ്ങൾ ഒരുക്കിയ നല്ല സദ്യ കൊടുത്തു. ഇതെല്ലാമായിട്ട് വളരെ സന്തോഷമായിട്ടാണ് ട്രംപ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പക്ഷേ ഒരു രസകരമായ സംഗതി, യഥാർത്ഥത്തിൽ ഈ ട്രംപ് അമേരിക്കയിൽ ചെല്ലുന്ന യുദ്ധത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ്. കാരണം ഇറാനിലെ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാൻ പിടിച്ചെടുത്തതും അതിലൂടെയുള്ള ഗതാഗതം നിർത്തിക്കളഞ്ഞതുമാണ്. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കിഴക്കൻ രാജ്യങ്ങളെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ചൈനയെയും അത് ബാധിക്കേണ്ടതാണ്. പക്ഷേ ചൈന പല വഴികളിലൂടെ തങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവനും എണ്ണയും അത്രയും ഇറാനിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്നും ഇറാൻ ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്നത് ചൈനയിലേക്കാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ ചെലവിൽ ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു ഗുണമായിട്ടാണ് ഭവിച്ചത്. കാരണം അവർക്ക് ചുരുങ്ങിയ ചെലവിൽ എളുപ്പത്തിൽ അവർക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്, ഇവർക്ക് ചുരുങ്ങിയ ചെലവ് വാങ്ങാൻ കഴിയുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയില്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ഉണ്ടായത് അമേരിക്ക അടക്കമുള്ള, യൂറോപ്പ് അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്ന് തലയൂരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന ഒരാൾ ഷീ ജിൻപിങ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഇറാൻ്റെ മേൽ സ്വാധീനമുണ്ട്. ഇറാന് ആയുധങ്ങൾ നൽകുന്നത് അവരാണ്, ഇറാന് അന്താരാഷ്ട്ര പിന്തുണ നൽകുന്നവരാണ്. മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങുമായി കണ്ടിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചില ഉറപ്പുകൾ വാങ്ങിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുമായുള്ള ചർച്ച
സംബന്ധിച്ച് പുതിയ കരാറിന് വേണ്ടി അമേരിക്ക നൽകിയ നീക്കങ്ങളെ 10 ദിവസത്തോളം അവർ കണ്ടില്ലെന്ന് നടിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ ചൈന സന്ദർശനം ആഗോള തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയെടുത്തത്. മറുഭാഗത്ത് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ തരത്തിലുള്ള അത്യന്തം ഗുരുതരമായിട്ടൊരു പ്രതിസന്ധിയുടെ കാലത്താണ് ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ ചെല്ലുന്നത്. അത് 1972 ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ബെയ്ജിങ്ങിലെത്തിയ സന്ദർഭമാണ്. അന്ന് ചൈനയെ ലോകത്തിൻ്റെ ഒരു ഭാഗമായിട്ടേ അവർ അംഗീകരിച്ചിരുന്നില്ല. ഐക്യരാഷ്ട്ര സഭയിൽ ചൈനയ്ക്ക് പ്രാതിനിധ്യം പോലും ഉണ്ടായിരുന്നില്ല. പകരം തൈവാനായിരുന്നു ഐക്യരാഷ്ട്ര സഭയിൽ ചൈനയെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത്. ആ സമയത്താണ് ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് കൂടിച്ചേരാതെ, ചൈനയുമായി ചർച്ച ചെയ്യാതെ, ചൈനയുമായിട്ട് ഇടപാടുകൾ നടത്താതെ അമേരിക്കക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിക്സണും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ കിസ്സിംഗർക്കും ബോധ്യമായത്. അങ്ങനെയാണ് കിസ്സിംഗർ ആദ്യം ചൈനയിൽ പോയി രഹസ്യമായി അവരുമായിട്ട് കണ്ടു, മാവോയെ കണ്ട് സംസാരിച്ചിട്ട് റിച്ചാർഡ് നിക്സൺ സന്ദർശനമുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം 1970കളുടെ തുടക്കത്തിൽ അമേരിക്ക വിയറ്റ്നാമിൽ വലിയ പ്രതിസന്ധിയിൽ ചെന്ന് വിട്ടുകിടക്കുന്നു. 60കളുടെ അവസാനം 67, 68 കാലമായപ്പോഴേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ യുവജനങ്ങളുടെ മുന്നേറ്റം വന്നു. വിയറ്റ്നാം യുദ്ധത്തിനെതിരെയുള്ള അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റമാണ് പാരീസിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റെല്ലാ പ്രദേശങ്ങളിലും വന്നത്. ആ കാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് ലോകത്തെ പുരോഗമന ശക്തികളെ ഒന്നടങ്കം ശക്തിപ്പെടുത്തിയ, അവർ യോജിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം. ലണ്ടനിലും പാരീസിലും ന്യൂയോർക്കിലും മറ്റു നഗരങ്ങളിലും യുവജനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തി. ആ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും അവിടെ നൂരുക എന്ന ഒരവസ്ഥയിൽ പെട്ടപ്പോഴാണ് ചൈനയുടെ സഹായം തേടി സത്യത്തിൽ അന്ന് റിച്ചാർഡ് നിക്സൺ ബെയ്ജിങ്ങിലെത്തിയത്. മാവോയെ കണ്ട് സംസാരിച്ചു, മാവോ അവരുമായിട്ട് സംസാരിച്ചു. ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം കിട്ടി. മാത്രമല്ല തൈവാൻ ചൈനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു വസ്തുത അമേരിക്ക അംഗീകരിച്ചു. അങ്ങനെ തൈവാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് പുറത്തായി. ചൈന അതിലംഗമായി. ചൈന ആഗോള രംഗത്ത് അതിശക്തമായ മുന്നേറ്റം ആരംഭിക്കുന്നത് അതിനുശേഷമുള്ള കാലത്താണ്. 79-ൽ ഡെങ് സിയാവോപിങ്ങിൻ്റെ കാലത്ത് ചൈന പുതിയ തരത്തിലുള്ള സാമ്പത്തിക വികസന മാതൃക കൊണ്ടുവന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ ചൈന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി, ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായി മാറി, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കയറ്റുമതികൾ വികസിച്ചു. ചൈനയുടെ ആഭ്യന്തര വാണിജ്യ വ്യവസ്ഥ ശക്തിപ്പെട്ടു, ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ശക്തിപ്പെട്ടു. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ കരുത്തുള്ള സമ്പദ്ഘടനകളിൽ ഒന്നായി ചൈന മാറി. ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ സമ്പദ്ഘടനയായി ചൈന മാറിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ വിടവ് ചൈനയുടെ 10 ഇരട്ടിയായിരുന്നു അമേരിക്കയുടെ സമ്പദ്ഘടനയെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ചൈനയുടെ 1.5 ഇരട്ടി മാത്രമാണ് അമേരിക്കൻ സമ്പദ്ഘടനയുടെ ശക്തി. ഈ ഒരവസ്ഥയിൽ ചൈനയെ പിണക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അമേരിക്കയ്ക്ക് സാധ്യമല്ല. 70കളിൽ വിയറ്റ്നാം യുദ്ധമാണ് അമേരിക്കയെ ചൈനയുമായിട്ട് ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഇന്ന് ഇറാനിൽ ചെന്നുകുടുങ്ങിയിരിക്കുന്ന പ്രതിസന്ധിയാണ് ട്രംപിനെ ഷീ ജിൻപിങ്ങുമായി ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ ചൈനയ്ക്കെതിരായിട്ടുള്ള വലിയ വാണിജ്യ യുദ്ധമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചൈനയ്ക്കെതിരായിട്ട് അതിശക്തമായിട്ടൊരു വാണിജ്യ യുദ്ധം അദ്ദേഹം പ്രഖ്യാപിച്ചു. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% ചുങ്കം വരെ അദ്ദേഹം ചുമത്തി. അത് അമേരിക്കൻ സുപ്രീം കോടതി പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ വന്നപ്പോൾ ചൈന അതിനെതിരായിട്ട് തിരിച്ചടിച്ചത് വളരെ കടുത്ത അടിയാണ് ചൈന നടത്തിയത്. ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ചൈനയാണ് ലോകത്ത് റെയർ എർത്ത്സ് എന്ന് പറയുന്ന മൂലകങ്ങൾ, ആ റെയർ എർത്ത്സ് എന്ന് പറയുന്ന മൂലകങ്ങൾ ഒഴിച്ചെടുത്തിട്ട് ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്ന രാജ്യം. 85% ലോകത്ത് റെയർ എർത്ത്സിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് ചൈനയിലാണ്. അമേരിക്കക്കാകട്ടെ അവരുടെ ആയുധ നിർമ്മാണ മേഖലയിൽ, മിസൈലുകൾക്ക്, IT മേഖലയിലേക്ക് പുതിയ ചിപ്പുകൾ ഉണ്ടാക്കുന്നതിന്, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സൂപ്പർ ടെക്നോളജി രംഗത്ത് ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ് റെയർ എർത്ത്സ് എന്ന് പറയുന്നത്. അതിന് വേറെ സ്ഥലങ്ങളിലൊന്നും കിട്ടാനില്ല. ചൈനയിലാണ് അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ചൈന അതിൻ്റെ കയറ്റുമതി പൂർണ്ണമായിട്ടും
നിർത്തിവെച്ചു. അതോടുകൂടി അമേരിക്കയിലെ വലിയ കമ്പനികൾ, ടെസ്ല കമ്പനിയെ പോലുള്ള ആളുകൾ പ്രശ്നത്തിലായി, എൻവിഡിയ പ്രശ്നത്തിലായി, ടിം കുക്കിൻ്റെ ആപ്പിൾ പ്രശ്നത്തിലായി, അവരൊക്കെ പ്രതിസന്ധിയിലായി. എലോൺ മസ്ക് അതുപോലെ ടിം കുക്ക് തുടങ്ങിയ ആളുകളെ കൂട്ടിക്കൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ നിന്നും ചൈനയിൽ പോയത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത്, ഈ മൂലകങ്ങൾ, റെയറസ് മൂലകങ്ങൾ സംഭരിക്കുക എന്നുള്ളത് അമേരിക്കയുടെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. ഈ തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ ചെന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ട്രംപിൻ്റെ സന്ദർശനം നടക്കുന്നത്. സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചൈന ഉന്നയിച്ചൊരു കാര്യം, നിങ്ങൾ തായ്വാൻ്റെ കാര്യത്തിൽ ചൈനയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമായി തീരും, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഏറ്റുമുട്ടലിലേക്ക് എത്തും എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ ഷീ ജിൻപിങ് ട്രംപിനെ മുന്നറിയിപ്പ് നൽകി. ട്രംപിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് അമേരിക്കയുടെ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ട്രംപ് ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ സന്ദർശനം ചൈന ലോകരംഗത്ത് കൂടുതൽ ശക്തി നേടുന്നതിൻ്റെയും അമേരിക്ക ലോകരംഗത്ത് കൂടുതൽ തകരുന്നതിൻ്റെയും ലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്.